മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ആലപിക്കുന്നത്. രേണുകേ നീരാകരേണു കിനാവിൻ്റെ നീല കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാകരേണു കിനാവിൻ്റെ നീല കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താനേ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ. മാന്യ സദസ്സിന് വന്ദനം. കൊറോണ എന്ന മഹാമാരി മൂലം മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ വെല്ലുവിളികളാണ് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ഇത്ര തീവ്രമായ വൈറസ് വ്യാപനം ഇതാദ്യമായാണ്. ലോകത്താകമാനം എല്ലാ മേഖലകളെയും ഈ കൊച്ചുവില്ലൻ ബാധിച്ചുവെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയെയാണ്. എത്രയോ കുരുന്നുകൾക്ക് കോവിഡ് മൂലം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. എന്നാൽ അതിജീവനമാണ് മനുഷ്യകുലത്തിന്റെ മുഖമുദ്ര എന്നതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മൾ ഈ പ്രശ്നത്തെ നേരിട്ടു. പല സ്കൂളുകൾക്കും ഓൺലൈൻ ക്ലാസുകൾ നടത്തുവാനുള്ള സൗകര്യം ഉണ്ടായില്ല എന്നത് സത്യം തന്നെ. എന്നാൽ സർക്കാരിന്റെ സഹായത്തോടെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തി എന്നത് ആശ്വാസകരമാണ്. മൊബൈൽ ഫോണോ ടിവിയോ ഇല്ലാത്തത് മൂലം ഓൺലൈൻ ക്ലാസുകൾ പങ്കെടുക്കുവാനാവാതെ വന്നപ്പോൾ ഒരുപാട് സുമനസ്സുകളുടെയും സർക്കാരിന്റെയും സഹായത്തോടെ ഇതിനും നാം പരിഹാരം കണ്ടെത്തി. ഓൺലൈൻ ക്ലാസ് ഒരിക്കലും സ്കൂളുകളിൽ പോയി പഠിക്കുന്ന സംവിധാനത്തിന് ഒരു ബദൽ മാർഗമല്ല. സ്കൂളിൽ പോയി മറ്റു കുട്ടികളുടെ കൂടെ ഇടപെടുമ്പോൾ ലഭിക്കുന്ന മാനസിക ഉല്ലാസം ഓൺലൈൻ ക്ലാസുകളിൽ ലഭിക്കുന്നില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യാപകരുടെ ശ്രദ്ധ കൂടുതൽ ആവശ്യമായി വരുമ്പോൾ ഓൺലൈൻ ക്ലാസ് അവിടെ പരാജയപ്പെടുന്നു. കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ഓൺലൈൻ ക്ലാസുകൾ ഒരു വെല്ലുവിളി തന്നെയാണ്. കുട്ടികളുടെ പഠനത്തിലുള്ള മികവും നിലവാരവും മനസ്സിലാക്കാൻ നടത്തിയിരുന്ന പരീക്ഷകളുടെ നടത്തിപ്പും ഒരു വെല്ലുവിളി തന്നെ. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണിവ. നിപ വൈറസിനെയും പ്രളയകാലങ്ങളെയും ഓഖി കൊടുങ്കാറ്റിനെയും നേരിട്ട നമുക്ക് കൊറോണയെയും തോൽപ്പിക്കാൻ സാധിക്കും. കൊറോണ എന്ന മഹാമാരിയെ തോൽപ്പിക്കാൻ നമുക്ക് വേണ്ടത് ജാഗ്രതയാണ്. സ്കൂളുകൾ കൃത്യമായ മാനദണ്ഡങ്ങളോട് കൂടി തുറക്കുവാനിരിക്കുന്ന ഈ സമയത്ത് എല്ലാ കുട്ടികളിലും ജാഗ്രതയുണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് അമ്മക്കിളിയുടെ നൊമ്പരം. കൂട്ടരെ കൂട്ടരെ നിങ്ങൾ കണ്ടോ അത്തിമരത്തിൽ ആ കുരുവിക്കൂട്. കൂട്ടരെ കൂട്ടരെ നിങ്ങൾ കണ്ടോ അത്തിമരത്തിൽ ആ കുരുവിക്കൂട്. അതെ, ആ കാണുന്ന അത്തിമരത്തിലാണ് കുരുവി കൂട് കൂട്ടിയിരിക്കുന്നത്. ആ കൂട് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? പഞ്ഞികൾ, നാരുകൾ, ചുള്ളിക്കമ്പ് ചേർത്തു ചേർത്തുള്ളൊരു കുരുവിക്കൂട്. പഞ്ഞികൾ, നാരുകൾ, ചുള്ളിക്കമ്പ് ചേർത്തു ചേർത്തുള്ളൊരു കുരുവിക്കൂട്. പഞ്ഞിയും നാരും ചേർത്തുണ്ടാക്കിയ മനോഹരമായ കൂട്. ആ കൂട്ടിൽ ചന്തത്തിലായതാ മുട്ടകൾ രണ്ടെണ്ണ കുരുവി അടയിരുന്നു. കൂടെ സ്നേഹവും ചൂടും
ദിവസം മുട്ടകൾ രണ്ടും പൊട്ടി വിരിഞ്ഞു കുഞ്ഞിക്കിളികൾ വരവായി. മുട്ടകൾ രണ്ടും പൊട്ടി വിരിഞ്ഞു കുഞ്ഞിക്കിളികൾ വരവായി. ഏഴകൊള്ളൊരു കുഞ്ഞുങ്ങൾ അമ്മക്കിളിയുടെ കുഞ്ഞുങ്ങൾ. ഏഴകൊള്ളൊരു കുഞ്ഞുങ്ങൾ അമ്മക്കിളിയുടെ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെ കുരുവി പൊന്നു പോലെ വളർത്തി. ദിനങ്ങൾ പലതും കഴിഞ്ഞു. ഒരു ദിവസം കുരുവിയുടെ കൂട്ടിൽ 2 പരുന്തുകൾ വിരുന്നു വന്നു. കുഞ്ഞുങ്ങൾക്ക് പട്ടെടുപ്പും കുന്നിക്കുരുമാലയുമായാണ് അവർ വന്നത്. പാട്ടും കളിയും ചിരിയുമായി കുരുവി കൂട്ടിലു സന്തോഷം. കുറുങ്ങലും കൊഞ്ചാലുമേറെയായി നാളുകളൊന്നായി കടന്നുപോയി. സന്തോഷത്തിന്റെ നാളുകൾ ഒന്നൊന്നായി കടന്നുപോയി. ഒരു ദിവസം തന്റെ കുഞ്ഞുങ്ങളെ പന്നിന് കാവലിരുത്തി കുരുവി തീറ്റ തേടിപ്പോയി. വയലുകൾക്കപ്പുറത്ത് മലകൾക്കുമപ്പുറം കുന്നിൻ ചെരുവിൽ പറന്നിറങ്ങി. പൂത്തുലഞ്ഞ കതിരുകൾ കൊത്തിയെടുക്കാൻ കിളികളൊന്നായി പാറി വന്നു. പൂത്തു നിൽക്കുന്ന തിന കണ്ട് അമ്മയ്ക്ക് സന്തോഷമായി. അവൾ മതിയാവോളം ഭക്ഷ്യായി. കുറച്ചു നേരം തട്ടുകളികളോടൊപ്പം കളിച്ചു രസിച്ചു. മാനത്തു നിന്നൊരു ചെങ്കതിരോ വാഴയിൽ മുങ്ങുവാൻ വേണ്ടിരുന്നു. കൂരിരുട്ടിങ്ങോ പരക്കാറായി അമ്മക്കിളിക്ക് ഭയവുമേറി. ഇരട്ടി പടാറായപ്പോൾ അമ്മക്കിളിക്ക് ഭയമായി. അവൾ വേഗം ചുണ്ടിൽ കതിരും കുത്തിയെടുത്തു കൂട്ടിലേക്ക് പറന്നു. പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത്. തന്റെ കുഞ്ഞുങ്ങളെ കൂട്ടിൽ കാണുവാനില്ല. കാവലിരുത്തിയ പരുന്തുകളെയും കാണുവാനില്ല. അവൾ തളർന്ന് ആ മരത്തിലിരുന്നു. പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത്. മരത്തിന് താഴെ ചിതറി കിടക്കുന്നു തൂവലും ചിറകും കൂർത്തു വളഞ്ഞൊരു കുഞ്ഞിച്ചുണ്ടും. എന്തിനീ ജീവിതം എന്തിനീ ജന്മം എൻ കുഞ്ഞുങ്ങളില്ലാത്തൊരീ ജീവിതം. കുഞ്ഞുങ്ങളില്ലാത്ത ഈ ലോകത്തിന് ഞാൻ എന്തിനു വേണം? അവൾ സ്വയം ശപിച്ചു. ആരെയും അമിതമായി വിശ്വസിക്കരുതെന്ന പാഠം അവൾ തിരിച്ചറിഞ്ഞു. ഇതോടെ എന്റെ കൊച്ചുകഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Hello everyone, respected teachers and my dear friends. Today I am going to present a speech on the topic effects of COVID-19 among humanity. I hope you and your family are all safe and well at home. This is a difficult, challenging time for all of us, and we have a lot of information coming at us from government and others. Too much of anything can be bad, even time spent with those closest to you. That is what some families discovered during the COVID-19 lockdown. The pandemic forced the government around the world to close their borders and to shut down schools and restrict people from leaving their home unless necessary. Being caged up like this can have some serious negative effects on the emotional well-being of individual and also of the society as a whole. Humans are social beings, and having interactions with friends and family is important to our mental well-being. Social distancing guidelines and restrictions on even small gathering of people have thrown many people into the throes of loneliness. Isolated and not having anyone to talk to can exacerbate mental conditions like depression and anxiety during the COVID-19 pandemic. Due to the schools holding most of their classes remotely, childcare has become a problem to parents who need to go to work. Children themselves feel isolated from their friends and might have trouble coping with new remote system of education. Thanks to technology, we now have many ways to have social contact without being physically close to others. Though virtual communication is not the same as
physical interaction, it can still make us feel that we are not alone or isolated. The COVID-19 lockdown has given us an opportunity to come together as a society and let our compassion and kindness shine through. We can also contribute to society and help each other by donating our time and money to provide for those less fortunate than us. I am one. Good afternoon to all. Today I'm here to recite the poem, O Captain, My Captain by Walt Whitman. O Captain, my Captain, our fearful trip is done. The ship has withered every wreck, the prize we sought is won. The port is near, the bells are here, people all exulting. While follow I the sturdy Neil, vessel grim and daring. But oh hurt, 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 oh the bleeding drop of red, where on the deck my captain lies, fallen cold and dead. Oh Captain, my Captain, rise up and hear the bells. Rise up, for you the flag is flung, for you the bagel trills, for you the buckets and ribbon wreaths, for you the shore is a crowding, for you the cold, the swaying mass, their eager faces turning. Here, Captain, dear father, this arm beneath your head, it is some dreams that own the deck. You're fallen cold and dead. My captain does not answer me. His lips are pale and still. My father does not feel my arm. He has no pulse, no will. The ship has anchored safe and sound, its voyage closed and done. From fearful trip the victor ships comes in with objects that won. Exhale the shores and ring no bells, but I with mournful tread walk the deck where my captain lies, fallen cold and dead. Thank you. नमस्कार। हिंदी कविता के क्षेत्र में श्री दमंती के शब्द मशहूर है। समसामयिक समस्याओं को अपनी रचना का विषय बनता है। वर्तमान समाज डरे वाले सच्चाई को प्रस्तुत करने वाली कविता है माँ मुझे डर लगता है। कविता कुछ इस प्रकार है, सुनिए। माँ मुझे डर लगता है, बहुत डर लगता है। माँ मुझे डर लगता है, बहुत डर लगता है। सूरज की रोशनी आग सी लगती है, पानी की बूंदें तेजाब से लगती है। माँ हवा में भी सहन सा गुला लगता है। माँ मुझे छुपा ले, बहुत डर लगता है। माँ तुझे याद है वह कांच की गुड़िया जो बचपन में टूट गए थे। माँ मैं भी आज ऐसी कुछ टूट गई हूँ। मेरी कोई गलती ना थी माँ, फिर भी मैं कुछ टूट गई हूँ। बचपन में स्कूल टीचर की गंदे नजरों से डर लगते थे। पड़ोसी चाचा खालबाग इरादों से डर लगते थे। वह नुपट लड़कों के बेवकूफ बातों से डर लगते थे। और अब माले की ईशानी और इरादों से डर लगता था। माँ मुझे छुपा ले, बहुत डर लगता है। माँ मुझे छुपा ले, बहुत डर लगता है। धन्यवाद। नमस्सभाये अहमत्र महाकवेः कालिदासस्य ऋतुसंहारं काव्यात् समुद्रदानि कतिपयपद्यानि आलपामि। ऋतुसंहारम्। काशांशुगा विकजपद्ममनोज्ञवक्त्रा सोन्मादहं सरवनूपुरनाथरम्या
പക്വശാലിരുചിരാതനുഗാത്രയഷ്ടി പ്രാപ്താം ശരണ്യവവധൂരിവ രൂപരമ്യാം കാശൈർമഹീഷിഷിരദീധിദിനാരജന്യോ ഹംസൈർജലാനി സരുദാം കുമുദൈ സരാംസി സപ്തച്ഛദൈ കുസുമഭാനനദൈർവനാന്ത ശുക്ലീകൃതാന്യുപവനാനി ച മാലതീഭീം ചഞ്ജന്മനോജ്ഞശബരീരസനാകലാപാം പര്യന്തസംസ്ഥിതസിതാണ്ഡ ച പംക്തിഹാരാം നദ്യോ വിശാലപുളിനാന്ദനിദംഭബിംബാം മന്ദം പ്രയാന്തി സമദാ പ്രമദായിവാദ്യാം വ്യോമഗ്വജിദ്രജദശംഖമൃണാളഗൗരൈ त्यक्ताम्बुभिर्लघुतया शतशप्रयादै संलक्ष्यते पवनवेगचलैपयोधै राजेव चामरशदै रुववीज्यमान्याम् भिन्नाञ्जनप्रजयकान्तिनभो मनोज्ञम् बन्धूकपुष्परसचितारुणिता च भूमि वप्राच्च पक्वदलभूमिभाग प्रोत्कण्ठयन्ति न मनो भुवि कस्य यूनाम् मन्दानिलाकुलितचारुतराग्रशाखाम् पुष्पोद्गमप्रचयकोमलपल्लवाग्राम् मत्तद्विरेव परिपीतमधुप्रसेगा चित्तं विदारयदि कस्य न कोविदाराम् तारागणप्रवरभूषणमुद्भवन्तीं मेघावरोधपरिमुक्तशशाङ्कवक्त्राम् ज्योत्स्नादुकूलममलं व्यजनीतधाराम् वृद्धिं प्रयात्यनुदिनं प्रमदेव बालाम् कारण्ढवाननविघट्टितवीजिमालाम् कादम्बसारसचया कुलतीरदेशाम् कुर्वन्ति हंसविरुदै परितो जनस्य प्रीतिं सरोरुहरुजोरुणितास्तडिन्याम् नेत्रोत्सवो हृदयहारिमरीचिमाला प्रह्लादः शिशिरसीकरवारिवर्षी पत्युर्वियोगविषदिग्धशिरक्षदानां चन्द्रो दहत्यतितरां तनुमङ्गनानाम् आकम्बयन् बलभयानदशालिचाला ज्ञानत्तयन् स्तरुवरान् कुसुमावनम्रान् उत्फुल्लपङ्कजवनां नളിनीं विदुन्वन् यूनां मनश्चलयति प्रसभं नभस्वान्। धन्यवादः। ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലക ചിരിത്തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലക ചിരിത്തൂകും മാനത്തിൻ മുറ്റത്ത്
നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മുട്ടുവിടർന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മുട്ടുവിടർന്നു. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാവുകൾ നീലെ പടർന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു. നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു. കളകള നൂപുര മുഖരിത പുളിനങ്ങൾ, കളകള നൂപുര മുഖരിത പുളിനങ്ങൾ ലാസ്യമദാലസമായി. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മോളെ, മോൾക്ക് അമ്മയോട് എന്തെങ്കിലും പിണക്കമുണ്ടോടാ? എനിക്കോ? എനിക്ക് ഞാൻ മിണ്ടില്ല അമ്മോട്. അമ്മ ഇന്നലെ അടിച്ചില്ലേ, ഞാൻ മിണ്ടില്ല. എനിക്ക് എന്തൊരു നൊന്തോന്നറിയോ, ഇന്നലെ നല്ല അടി അടിച്ചത്. ഞാൻ അമ്മോട് മിണ്ടില്ല. അമ്മയോട് പിണങ്ങല്ലേടാ, അതമ്മയ്ക്ക് ദേഷ്യം വന്നുകൊണ്ട് അടിച്ചതല്ലേ? സത്യമായിട്ടും ദേഷ്യം വരാൻ ഞാൻ എന്താ അമ്മ ചെയ്ത? ഞാൻ അമ്മോട് ഒന്നും ചെയ്തില്ലല്ലോ ദേഷ്യം വരാൻ. അതമ്മ അപ്പോ അമ്മയുടെ സുന്ദരിയല്ലേ നീ? ശരിക്കും ഞാൻ അമ്മയുടെ സുന്ദരിയാണോ? പിന്നല്ല. ഞാൻ കളിക്കാൻ പോകില്ല. ആ, കളിക്കാൻ പോക്കോ. ചാച്ചാ, എൻ്റെ പാവ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കും. ഇതെവിടെ പോയി കിടക്കാണ് ഈ കുരുത്ത ചേട്ടവള്? എവിടെയാണ് നീ? വാടിയേ. എന്താ എന്താ നിനക്കെന്താടി എന്നെ പേടി? നിനക്കെന്നെ പേടി തോടി? എവിടെയാ കുരുത്ത കേട്ടവള്? പോയി വിളിക്കടി അവളെ. അവള് പുറത്തുണ്ട്. എന്തിനാ അവളെ വിളിക്കുന്നേ? പോയി വിളിക്കടി അവളെ. അവളെ എന്നൊരു മന്ദബുദ്ധിയുടെ തന്തയാക്കിടി. നാട്ടിലിറങ്ങുമ്പോ എല്ലാവരും എന്നോട് പറയാ ഞാനൊരു മന്ദബുദ്ധിയുടെ അച്ഛനാണ് അത്ര. എല്ലാത്തിനും കാരണം അവളാ. അവളെമാരൊരു മരം മണ്ടി എനിക്ക് ജനിച്ചു. അതോട്ടാണ് ഇതെല്ലാം ഉണ്ടായേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? എന്റെ കൊച്ചൊരു പാവല്ലേ, അവൾ അങ്ങനെയായി പോയത് നമ്മുടെ കുറ്റം. അസ്സലാമു അലൈക്കും. രചന ഹംസ നാലക്കാവ്.
ചേതിപദം അലിഫാലേ ഊതി മുതൽ അഹദാലേ ചേതിപദം അലിഫാലേ ഊതി മുതൽ അഹദാലേ തുതി മദന മഹിമ പദം പതി പലതിലും മുതിയോർ തുതി മദീന മതി മഹിലും നിധി കഥ മതി മതിയൂർ തുതി മദന മഹിമ പദം പതി പലതിലും മുതിയോർ തുതി മദീന മതി മഹിലും നിധി കഥ മതി മതിയൂർ മതി മതിത്ത് കുതി കുതിത്ത് മതി മതിത്ത് കുതി കുതിത്ത് ചിരമാലേ ചേരിക്കതിരൊളിയലിയാൻ സ്തുതി പതിച്ച് നബി നിനച്ചാൽ ദില്ലി മുതൽ വാൻ പതിച്ച് കൊല്ലും സ്തുതി പതിച്ച് നബി നിനച്ചാൽ ദില്ലി മുതൽ വാൻ പതിച്ച് കൊല്ലും പദം പദം മൊഴി സകലം 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 ഗുണമണി നബി സരസ സരസ സുമം സുമം വബി സജഗുണ ഇണഗുണമണി അബി അലി ഗുണഗണം ചാരി നില നില ബലവും അലിമണം പല ഇണഗുണമണമാലേ ചേതിപദം അലിഫാലേ പോർത്താനം മികവത്ത വരത്തു ദിർത്തിയതിർത്ത് കൗമടവേ ചേർത്തതിൽ ഹക്കോരി ചുക്രിന ബിക്ക് സഹിറിന്നോ മടവേ പോർത്താനം മികവത്ത വരത്തു ദിർത്തിയതിർത്ത് കൗമടവേ ചേർത്തതിൽ ഹക്കോരി ചുക്രിന ബിക്ക് സഹിറിന്നോ മടവേ പാർത്തു മുസമ്മിലായി ഞങ്ങളിൽ ഇസത്ത് ശിദ്ധത്ത് വേദ പേടും ക്ഷണമായി സത്യ ചിത്തിരമെത്തരമായി കുഫുവാ കുഫു ഒളിത്തരം ചിതമായി സഫ് തരം തരം ചിതമായി കൂഫയിലും അവർ മികവായി ഷിഫാദിലുതി സമതായി സമതുതി മതുലുയർ മുതൽവായി മതി മികവോർ മതി മതിപ്പ് മതി മുതിപ്പ് പതി പതിപ്പ് കുതി കുതിപ്പ് പതിപ്പായി പതി പതിപ്പായി സകലം മതി മികവോർ മതി മതിപ്പ് മതി മുതിപ്പ് പതി പതിപ്പ് കുതി കുതിപ്പ് പതിപ്പായി പതി പതിപ്പായി സകലം ചേതിപദം അലിഫാലേ ഊതി മുതൽ അഹദാലേ. ഞാനിവിടെ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ട്രെയിനിന്റെ ശബ്ദമാണ്. ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ലവ് ബേർഡ്സിന്റെ ശബ്ദമാണ്. ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ആർക്കാവളിച്ച് വെച്ച് മരം മുറിക്കുമ്പോഴുള്ള ശബ്ദമാണ്. ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോണ ആടിന്റെ ശബ്ദമാണ്. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പൂച്ചയുടെ ശബ്ദമാണ്. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പട്ടിയുടെ ശബ്ദമാണ്.